ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചട്ടിങ്കല ഫാമിലിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് രമ്യ എന്നാണ്. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടിപ്പുറം കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ആണ്. കുറച്ച് ദിവസം മുമ്പാണ് ഞാൻ ബ്ലഷ് വിത്ത് ആഷിലെ ഐശ്വര്യ ചേച്ചിയുടെ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങളെ പോലെ തന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. കമ്മൽ കണ്ടു, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നല്ല, ഞാൻ അങ്ങനെയുള്ള കമ്മലൊന്നും യൂസ് ചെയ്യാറില്ല. ഒരു കമ്മൽ കിട്ടിയ പിന്നെ അത് പൊട്ടുന്നവരെ അതെന്ന് പറഞ്ഞ കണക്കെയാണ് എൻ്റെ കാര്യം. അപ്പോൾ വേറെ ഫാൻസി കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എവിടെയെങ്കിലും കണ്ടാൽ അത് ഉണ്ടാക്കി നോക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ ഇവിടുന്ന് മെറ്റീരിയൽ സാധനങ്ങളെല്ലാം വാങ്ങിക്കൽ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പേൾ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒരേ ഡയമെൻഷനൊന്നല്ല, എങ്കിലും അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അത്യാവശ്യം കോസ്റ്റ്ലിയർ ആയിരിക്കും ആ ഒരു കമ്മൽ എന്ന് പറയുന്നത്. എന്തായാലും 100 രൂപക്ക് മുകളിൽ എന്തായാലും ആ ഒരു കമ്മലിന് വിലയുണ്ടാവും. നമുക്കത് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ചിലവർക്ക് അവരവർ ഉണ്ടാക്കിയിടാനായിട്ട് ഭയങ്കര ഇഷ്ടമുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ഉണ്ടാക്കി നോക്കാം, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു 10-30 രൂപയ്ക്ക് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അത് മാത്രമല്ല, നമുക്ക് വാങ്ങി വെച്ച സാധനങ്ങളിൽ വളരെ കുറച്ചേ വേണ്ടൂ, ബാക്കിയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് വേറെയും ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ കമ്മൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് സംഭവം. എനിക്ക് ആ കമ്മൽ ഭയങ്കര ഇഷ്ടം. ഐശ്വര്യ ചേച്ചിക്ക് അത് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും ഉണ്ടാക്കി നോക്കണമെന്ന്. പിന്നെ ഇത് മിക്കപ്പോഴും ഞാൻ ജ്വല്ലറി മേക്കിംഗ് വീഡിയോസ് ഇടുമ്പോൾ എന്നോട് പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനതൊന്ന് ഇട്ട് കാണിച്ചു തരുമെന്നുള്ള കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഫാൻസി ആയിട്ടുള്ള ഒരു സാധനം യൂസ് ചെയ്യാറില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ളത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ കല്യാണത്തിന് മറ്റേ പോവുകയാണെങ്കിൽ തന്നെ ആ കമ്മലിന് കുറച്ച് ഹാങ്ങിങ്സ് ഉള്ള ഒരു കമ്മലിടും, അത് മാത്രമേ ഉള്ളൂ. അതന്നെ അത്രയും നിർബന്ധിച്ച് വീട്ടിൽ നിന്നൊക്കെ വഴക്കി കിട്ടിയാൽ മാത്രം ചെയ്തൊരു കാര്യമാണ്. അത് ശീലമില്ലാത്തവർക്ക് ഭയങ്കര ചമ്മലായിരിക്കില്ലേ, അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇട്ട് കാണിച്ചു തരാത്തത്. വീഡിയോയിൽ നമ്മളെ ഐശ്വര്യ ചേച്ചി ചെയ്യുന്ന എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ കമ്മലിന് സ്റ്റഡായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ ആ സ്റ്റഡ് ഒന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ അടുത്ത് ഹാഫ് ബീഡ് ഈ ഒരു സൈസിലുള്ളത് ഉണ്ടായിരുന്നില്ല. ഫുൾ ബീഡ് വെക്കുമ്പോൾ ആ ഒരു ഭംഗി കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതുപോലുള്ളൊരു ഹുക്ക് വെച്ചിട്ടാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഇതിനായിട്ട് നമുക്ക് പേളാണ് വേണ്ടത്. ഡിഫറെൻറ്റ് സൈസിലുള്ളത് വേണം കേട്ടോ. പിന്നെ നമ്മളുടെ ബേസിക് ടൂളാണ് വേണ്ടത്. പിന്നെ ഇതിലാണ് ഞാൻ കുറച്ച് ഡിഫറെൻറ്റ് സൈസിലുള്ള പേൾ ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എടുത്ത് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഡിഫറെൻറ്റ് സൈസിലുള്ളത് വേർതിരിച്ച് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ മാക്സിമം എത്ര സൈസ് കിട്ടുമോ അത്രയും ഉള്ളത് കളക്ട് ചെയ്യുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയാണ് ഉള്ളത്. പിന്നെ വേണ്ടത് ഐ പിന്നാണ്, അതുപോലെ തന്നെ ഹെഡ് പിന്നും വേണം. അപ്പോൾ ഞാൻ കുറച്ചധികം നമ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കിയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഹെഡ് പിന്ന്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഏറ്റവും ചെറിയ ബീഡിൽ ഒരു ഹെഡ് പിൻ അറ്റാച്ച് ചെയ്തു. എന്നിട്ട് അത് നമ്മൾ ലൂപ്പാക്കില്ലേ, അതുപോലെ ലൂപ്പാക്കി കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ എൻ്റെ ജ്വല്ലറി മേക്കിംഗ് വീഡിയോയിൽ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരാണെങ്കിൽ അത് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് അടുത്ത സൈസ് എടുത്തു. അപ്പോൾ ഐ പിന്നിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നേരത്തെ ആക്കി വെച്ച ലൂപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ക്ലോസ് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് ഇതുപോലെ ഓരോന്നും കോർത്ത് എടുക്കുക. എക്സസ് ലെങ്ത്ത് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഭാഗം നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ ഇതിന് ഇത്രയും ലെങ്ത്ത് വേണ്ട, അപ്പോൾ ഞാനത് കട്ട് ചെയ്തു. എന്നിട്ട് വീണ്ടും ലൂപ്പ് ചെയ്യുക. ലൂപ്പ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഐ പിൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, നമ്മളുടെ ഒരു സൗകര്യം പോലെ. അല്ലെങ്കിൽ ഐ പിന്നിൻ്റെ ആ ഒരു വായ്ഭാഗം ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അതും നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഓരോന്ന് ഇതുപോലെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സൈസ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇത് ലാസ്റ്റിലത്തെ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യേണ്ടതായിട്ട് വരില്ല കേട്ടോ. വലിയ സൈസ് വരുമ്പോൾ കട്ട് ചെയ്യാതെ തന്നെ നമുക്കിടാൻ പറ്റും. എങ്കിൽ മാത്രമേ ലൂപ്പിന് ഒരു പ്രോപ്പർ സൈസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു നമുക്കറിയാമല്ലോ, ഐശ്വര്യൻ്റെ കമ്മലിൽ ഏകദേശം കണ്ടിട്ടുള്ളത് എന്താ പറയുക, നമ്മളുടെ സ്റ്റഡായിരുന്നു. മീൻസ് സ്റ്റഡ് എന്ന് പറയുന്നതാണ് പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുള്ളത് പേൾ കൊണ്ട് തന്നെ. പക്ഷേ ഞാൻ കൊടുക്കുന്നത് ഇതുപോലത്തെ ഒരു ഹുക്കാണ് കേട്ടോ. കാരണം എൻ്റെ അടുത്ത് ഹാഫ് ബീഡ് ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം.
അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടില്ലേ? സിമ്പിളാണ്, ഉണ്ടാക്കിയെടുക്കാൻ ആർക്കും പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, വളരെ എളുപ്പമാണ്. ജ്വല്ലറി ബേക്കിംഗ് ഒട്ടും അറിയാത്ത ആൾക്കാർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പൊ ഈ വീഡിയോ ഞാൻ നമ്മുടെ ഐഷ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.